ഹരി ഓം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യ വർയായ യതിരാജായ തേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ആദിശങ്കരാചാര്യ കൃതമായ സൗന്ദര്യലഹരി സ്തോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് 99ാമത്തെ ശ്ലോകമാണ് കാണുന്നത്. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരിസപത്നോ വിഹരതേ രതേ പാതിവ്രത്യം ശിഥിലയതിരമ്യേണ വപുഷാ ചിരഞ്ജീവന്നേവ ക്ഷപിത പശുപാശ വ്യതികരഃ പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. ഹരി ഓം. കഴിഞ്ഞ 98ാമത്തെ ശ്ലോകത്തിൽ അല്ലയോ ജനനി, വിദ്യാർത്ഥിയായ ഞാൻ ചെമ്പഞ്ഞിച്ചാറോട് കലർന്ന അവിടുത്തെ പാദതീർത്ഥത്തെ ഏതു കാലത്തിൽ പാനം ചെയ്യും അരുളി ചെയ്താലും പ്രകൃത്യാ മൂകന്മാരായവർക്കു കൂടി ആ പാദതീർത്ഥം കവിതാ കാരണമായി തീരുന്നതിനാൽ അത് എപ്പോൾ സരസ്വതിയുടെ മുഖകമലത്തിലുള്ള താമ്പൂലരസത്തെ അതിൻ്റെ ഭാവത്തെ ധരിക്കും. ശ്രീവിദ്യാരൂപിണിയായ അവിടുത്തെ അർത്ഥിക്കുന്ന ഞാൻ സഹസ്രദള കമലത്തിൽ വസിക്കുന്ന ശിവശക്തിഐക്യരൂപിണിയായ അവിടുത്തെ ചരണത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ അമൃതപ്രവാഹത്തെ എപ്പോൾ അനുഭവിക്കുമെന്ന് സൂക്ഷ്മാർത്ഥം. അതായത് ഈ പാദതീർത്ഥപാനത്താൽ പ്രൗഢ കവിയായി തീർന്നു പുരുഷഭാവത്തെ പ്രാപിച്ച സരസ്വതിയോ എന്ന് തോന്നും വണ്ണം എപ്പോൾ ശോഭിക്കുമെന്ന് സാരം. അലങ്കാരം ഉൽപ്രേക്ഷ. ശ്ലോകം 99. സരസ്വത്യാ ലക്ഷ്മ്യാ വിധി ഹരി സപത്നഃ വിഹരതേ രതേഃ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷാ ചിരഞ്ജീവൻ ഏവ ക്ഷപിത പശുപാശ വ്യതികരഃ പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. ദേവീഭജനത്തിൻ്റെ മഹാത്മ്യമാണ് ഈ ശ്ലോകത്തിലെ വിഷയം. കഴിഞ്ഞ ശ്ലോകത്തിലും സമാനമായിട്ടുള്ള ആശയമാണ് വർണ്ണിച്ചത്. ഈ 99ാം ശ്ലോകവും ദേവിയെ ഭജിക്കുന്നവൻ എല്ലാ ഐശ്വര്യവും അവന് വന്നു ചേരുന്നു. അവന് വിദ്യാദേവതയായ സരസ്വതിയുടെയും സമ്പദ് ദേവതയായ ലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ മൂർത്തിയായ രതീദേവിയുടെയും ഭർതൃസ്ഥാനം അവനിൽ വന്നു ചേരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും മാത്രമല്ല, അവൻ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു, പരമാനന്ദം അനുഭവിക്കുന്നു. അങ്ങനെ മോക്ഷസുഖം അനുഭവിക്കുന്ന ആ ഭക്തൻ ചിരഞ്ജീവിയായിത്തീരുന്നു. സൗന്ദര്യലഹരിയായ ദേവിയെ ആരാധിക്കുന്നവനുണ്ടാകുന്ന പ്രയോജനങ്ങളാണ് ഇവിടെ ഫലശ്രുതി എന്ന് പറയുന്ന ആ പ്രയോജനങ്ങളാണ് ഈ 99ാം ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നോ വിഹരതേ രതേഃ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷാ ചിരഞ്ജീവന്നേവ ക്ഷപിത പശുപാശ വ്യതികരഃ പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. ഇവിടെ ത്വദ്ഭജനവാൻ എന്ന് ആദ്യമെടുക്കാം. അവസാനം വരുന്ന ത്വദ്ഭജനവാൻ, അതായത് ദേവി ഉപാസന ചെയ്യുന്നവൻ, ഒരു ഭക്തൻ, ഭഗവതിയുടെ ഭജനം ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ ത്വത് ഭജനവാൻ. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരിസപത്നോ വിഹരതേ.
സരസ്വത്യ എന്നാൽ സരസ്വതിയോട് കൂടെ, സരസ്വതി സമേതനായിട്ട്. ലക്ഷ്മിയ എന്നാൽ ലക്ഷ്മീ ദേവിയോട് കൂടെയും വിഹരതെ, സരസ്വതിയോടുകൂടിയും ലക്ഷ്മീ ദേവിയോടുകൂടിയും വിഹരതെ, അതായത് ക്രീഡിക്കുന്നു, രമിക്കുന്നു. അറിവിന്റെ ദേവതയാണ് സരസ്വതി. അതുപോലെ തന്നെ സമ്പത്തിന്റെ ദേവത, ഐശ്വര്യത്തിന്റെ ദേവതയാണ് ലക്ഷ്മി. അപ്പോൾ വിധി ഹരി സപത്നോ വിഹരതെ, വിധി എന്നാൽ ബ്രഹ്മാവ്, ആ വിധിക്കും ഹരി എന്നാൽ സാക്ഷാൽ മഹാവിഷ്ണു. അപ്പോൾ വിധിക്കും ബ്രഹ്മാവിനും വിഷ്ണുവിനും സപത്നഭാവത്തിൽ വിഹരിക്കുന്നു. ആ ഭക്തൻ സപത്നൻ ആയിട്ട് വിഹരിക്കുന്നു എന്ന താല്പര്യം. അപ്പോൾ ദേവിയെ ഭജിക്കുന്നവൻ ബ്രഹ്മദേവന് ഒരു മത്സരം ഉണ്ടാക്കുകയാണ്. ദേവിയെ ഭജിക്കുന്ന ഒരാൾക്ക് സരസ്വതി ദേവി വല്ലഭയായി ഭവിക്കുന്നു. അപ്പോൾ സരസ്വതി പതിയായി ആ ഭക്തൻ മാറുന്നു. സരസ്വതിയുടെ ആ സമ്പൂർണ്ണ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ആ ഭക്തൻ വാണീപതിയായി തീരുമ്പോൾ ബ്രഹ്മദേവന് ദുഃഖമുണ്ടാകുന്നു. അപ്പോൾ വാണീപതി എന്നുള്ള ആ സരസ്വതി ദേവിയുടെ വല്ലഭൻ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ബ്രഹ്മദേവനാണ് പുറന്തള്ളപ്പെടുന്നത്. ദേവിയാൽ ബ്രഹ്മദേവൻ ഉപേക്ഷിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ വിധിക്ക് സപത്നനായി തീരുന്നു ആ ദേവി ഭക്തൻ. മത്സരഭാവത്തിൽ, മത്സരബുദ്ധിയോടുകൂടി. ആ സപത്നൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു മത്സര ഭാവമാണ്. അപ്പോൾ ഒരു ഭർത്താവിന് 2 ഭാര്യമാരുണ്ടെങ്കിൽ സാപത്ന്യം എന്ന ഭാവമാണ്. അതുപോലെ തന്നെ സ്ത്രീക്ക് 2 ഭർത്താക്കന്മാരുണ്ടെങ്കിലും ആ മത്സരഭാവം വരും. ഈ ലോകത്തിൽ ഏത് വിശിഷ്ട വസ്തുക്കളും ധനവും എല്ലാം പങ്കുവയ്ക്കാൻ എല്ലാവരും ചിലപ്പോൾ തയ്യാറായി എന്ന് വരും. എന്നാൽ പ്രിയതമയായ ഭാര്യയെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ പങ്കിടുവാൻ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ സമ്മതമുണ്ടാവില്ല, തയ്യാറാവുന്നില്ല എന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അവനിൽ സർവ ശാസ്ത്രങ്ങളും, ആ സരസ്വതി പതിയാവുമ്പോൾ സർവശാസ്ത്രങ്ങളിലും സർവ ജ്ഞാനവും ലഭിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാവ്യങ്ങളിലും സാഹിത്യത്തിലും എല്ലാ തരത്തിലും മഹാപണ്ഡിതനായി അവൻ മാറുന്നു, ജ്ഞാനിയായി, എല്ലാവരാലും ബഹുമാന്യനായി തീരുന്നു എന്നർത്ഥം. സമൂഹത്തിൽ അവന് ബഹുമതിയൊക്കെ കിട്ടും. വാചസ്പതി എന്നോ വാണീപതി എന്നോ സരസ്വതി വല്ലഭൻ എന്നോ പേരുകളും കൊടുക്കും. അപ്പോൾ അത് ബ്രഹ്മദേവന് സാപത്ന്യ ദുഃഖമുണ്ടാവുന്നു എന്ന് പറയാണ്. അതുപോലെ തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ പതിത്വം അവനിൽ വന്നു ചേരുന്നു. അപ്പോൾ ആ സമ്പത്തും ഐശ്വര്യവും സ്ഥാനമാനങ്ങളും എല്ലാം ലഭിച്ചതിന് ശേഷം ആ ഭക്തനും ലക്ഷ്മീപതിയായി തീരുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാന് ആ സാപത്ന്യ ദുഃഖം വന്നു ചേരുന്നു എന്നർത്ഥം. മഹാലക്ഷ്മിയെ സ്വന്തമാക്കുന്നു ആ ഭക്തൻ. അതുപോലെ തന്നെ രതേഹേ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷ, അവന് രമ്യേണ വപുഷ, അതായത് അവൻ്റെ സൗന്ദര്യം, ശരീരത്തിനും നല്ല സൗന്ദര്യമുണ്ടാകുന്നു, രമ്യത വന്നു ചേരുന്നു. അങ്ങനെ ആകാര സൗഷ്ഠവവും അതുപോലെ തന്നെ ആ മതിപ്പുളവാക്കുന്ന രൂപവുമെല്ലാം മറ്റു സ്ത്രീകളുടെ മനസ്സിനെ രമിപ്പിക്കുന്നു. ലോകസുന്ദരനായ കാമദേവനെ ഭർത്താവായി കിട്ടിയിട്ടുള്ള രതീദേവി ആ ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് ഈ ഭക്തനിൽ വന്നു ചേരുന്നു. അങ്ങനെ രതീദേവിയുടെ ഭർത്താവായി വരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ പാതിവ്രത്യഭംഗം വന്നു ചേരുന്നു. അത്രയും സുന്ദരനായിട്ടുള്ള ആ ദേവീഭക്തൻ ഇവർക്കെല്ലാം ഭർത്തസ്ഥാനത്താണ് ഇരിക്കുന്നത് എന്ന് സാരം. ഇവിടെ ദേവീഭക്തന്റെ മുമ്പിൽ തന്നെ രതീദേവി തന്റെ പാതിവ്രത്യം ഉപേക്ഷിക്കുന്ന അവസ്ഥ വന്നു ചേരുന്നു. അതുപോലെ തന്നെ പറയുന്നു, ചിരഞ്ജീവന്നേവ ക്ഷപിത പശുപാശ വ്യതികരഃ പരാനന്ദാഭിക്യം രസയതി രസം ത്വദ്ഭജനവാൻ. ക്ഷപിത പശുപാശ വ്യതികരഃ, പശുപാശം എന്നാൽ ജീവന്റെ കെട്ട്. ജീവന്മാർ പശുതുല്യരാണ്. അപ്പോൾ പശുതുല്യരായി ഈ ലോകത്തിൻ്റെ
സമ്പത്തൊക്കെ കണ്ട് ഭ്രമിച്ച് നിൽക്കുന്നവരെയാണ് പശുതുല്യരെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ പശുപാശത്തെ വ്യതികരമാക്കിയിട്ട്, ഇല്ലായ്മ ചെയ്തിട്ട്, ക്ഷപിതം എന്ന് വെച്ചാൽ ക്ഷയിപ്പിച്ചിട്ട്, വ്യതികരമാക്കിയിട്ട് ആ സംസാര ദുഃഖങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും അതുപോലെ അജ്ഞാന ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിട്ട് ജ്ഞാനിയായിത്തീരുന്നു, സ്ഥിതപ്രജ്ഞനായിത്തീരുന്നു. അപ്പോൾ ക്ഷപിത പശുപാശ വ്യതികരഹ എന്ന് വെച്ചാൽ ആ ജീവന്റെ മുക്തിയാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥിതപ്രജ്ഞനായി ജ്ഞാനിയായിത്തീരുന്നു. മാത്രമല്ല അവൻ ചിരഞ്ജീവനായിട്ട് വരുന്നു. അതായത് അവന്റെ ശരീരത്തിനും ആ ദേവീഭക്തനായിട്ടുള്ള അവന് ആയുസ് നീട്ടിക്കിട്ടുന്നു. അങ്ങനെ ചിരഞ്ജീവിയായി തീരുന്നു. തന്നെയുമല്ല രസയതി രസം, പരാനന്ദാഭിക്യം രസയതി രസം ത്വദ്ഭജനവാൻ. അങ്ങനെ ആ ദേവിയെ ഭജിക്കുന്നവന് പരാനന്ദം എന്ന അഭിക്യം, അഭിക്യം എന്നാൽ പേര്, പരമാനന്ദ രസം എന്ന ആ അനുഭവത്തെ, അതായത് ഈശ്വര സാക്ഷാത്കാരം, ഈശ്വര ആ സായുജ്യം ഏറ്റവും വലിയ ആനന്ദമാണത്. അങ്ങനെയുള്ള പരമാനന്ദം എന്ന ആ രസത്തെ രസയതി അവൻ അനുഭവിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ദേവീ ഭജനം ചെയ്യുന്ന ആ ഭക്തനെ സരസ്വതീ ദേവി പരിപൂർണമായി വശത്താവുന്നു. രതീദേവിയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയും എല്ലാം അവനെ പതിയായി സങ്കല്പിക്കുന്നു. രതീദേവിക്ക് പാതിവ്രത്യം ഉപേക്ഷിച്ചുകൊണ്ട് ആ ഭക്തന്റെ കൂടെ പോകുന്നു. അങ്ങനെ അജ്ഞാന ബന്ധങ്ങളെ മുഴുവൻ ക്ഷയിപ്പിക്കുന്നു, ചിരഞ്ജീവിയായിത്തീരുന്നു. അങ്ങനെ മോക്ഷത്തിന്റെ പരമാനന്ദരസം അനുഭവിക്കുന്നു എന്ന് സാരം. ഇവിടെ സൗന്ദര്യലഹരി പാരായണം ചെയ്ത് ദേവിയെ ഉപാസിക്കുന്ന ഒരു ദേവീഭക്തൻ ഇതെല്ലാം കൈവരുന്നു. സരസ്വതി സ്വാധീനമാകുന്നു, ലക്ഷ്മി ദേവി, രതീദേവി എല്ലാം സ്വാധീനത്തിലാകുന്നു, ചിരഞ്ജീവിയാകുന്നു, സംസാര പാശത്തെ ഛേദിക്കുന്നവനായി മാറുന്നു. അങ്ങനെ പരമാനന്ദരസം അനുഭവിക്കുന്നവരായി തീരുന്നു. എല്ലാവരും ഈ ദേവിയെ ഭജിക്കുക, സൗന്ദര്യലഹരി പാരായണം നിത്യവും ചെയ്യുക. തീർച്ചയായും അത്യദ്ഭുതങ്ങളായ പരിണാമങ്ങൾ സ്വന്തം ജീവിതത്തിലും ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട എന്ന് താല്പര്യം. ഹരിയോം. ജപോ ജൽപശില്പം സകലമഭിമുദ്രാ വിരചനാ ഗതിപ്രാദക്ഷിണ്യക്രമണമശനാ യാഹുതിവിധിഃ പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശാ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. ഹരി ഓം.